നീ എന്താ ഇങ്ങനെ പറയുന്നത്? അവര് നിന്നോട് വല്ലതും പറഞ്ഞോ? ആ പറഞ്ഞു. എന്തു പറഞ്ഞു? അത് ആന്റി, ഞാൻ ചോദിച്ചത് തെറ്റുമല്ലോ ഉണ്ട് ആന്റി. സിത്തുവും ദേവികയും തമ്മിലുള്ള വിവാഹം നടത്തിയത് അവരുടെ കാഞ്ഞ ബുദ്ധി തന്നെയല്ലേ? ദേവികയുടെ ആന്റിയുടെയും കയ്യിൽ നിന്ന് സിത്തുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാ അവർ ഈ ഊര കൊടുക്കുണ്ടാക്കി ദേവികയെ കൊണ്ട് സിത്തുവിനെ കല്യാണം കഴിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാ പൊന്നാരൻ തോട്ടത്തുകാര് നമ്മളോട് കാണിച്ചത് കൊലച്ചതി തന്നെയാ. കൊലച്ചതി. ആന്റി, ആ ഫുഡ് എടുത്ത് കഴിക്കേ. മോഹനേട്ടനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് അവനാ. നിങ്ങളുടെ അച്ഛനെ കൊന്ന നിന്റെ ഭർത്താവിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? സിദ്ധാർത്ഥനാണ് മോഹനേട്ടന്റെ കൊലപാതകി. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ.
മാലാഖെ എണീക്ക് മാലാഖെ. മാലാഖെ. ഗുഡ് മോർണിംഗ് മാലാഖെ. ദേ കോഫി മാലാഖയ്ക്ക് വേണ്ടി കൊണ്ടുവന്നോ. മാലാഖ ഇത് കുടിച്ചേ. വാങ്ങു മാലാഖെ, കുടിക്ക്. വാങ്ങു മാലാഖെ. മാലാഖെ, മാലാഖെ. മാലാഖെ, മാലാഖെ. മാലാഖെ തുറക്കു മാലാഖെ. ഞാൻ ഇത് കഷ്ടപ്പെട്ട് ഈ കോഫി കൊണ്ടുവന്നേന്നറിയോ? ഒന്ന് കുടിച്ചു നോക്കായിരുന്നില്ലേ മാലാഖെ? വേണങ്ങല്ലേ എന്നോട്? വാങ്ങു മാലാഖെ. ഞാൻ മാഡത്തിന്റെ ഓഫീസിലേക്ക് വരാനിരുന്നപ്പോഴാ ഇവിടെ വെച്ച് കാണുന്ന മാഡം പറഞ്ഞത്. ഓഫീസിൽ വെച്ച് മീറ്റ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു ശ്രീകളെ. ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാ. നെയ്യാറ്റിങ്കര കോടതിയിലാ എനിക്കിന്ന് കേസുള്ളത്. ഞാൻ അങ്ങോട്ട് പോവാ. അതാ പോകുന്നതിനിടയിൽ ഇവിടെ വെച്ച് കാണാന്ന് പറഞ്ഞത്. ഈ തിരക്കിനിടയിലും എന്നെ കാണാൻ തയ്യാറായതിന് വക്കീലിനോട് ഒരുപാട് നന്ദിയുണ്ട്. ശ്രീകല ഫോണിലൂടെ പറഞ്ഞതൊക്കെ എനിക്ക് വ്യക്തമായി. ഇത് മകളായിട്ടെടുത്ത തീരുമാനം തന്നെയാണോ? അവളുടെ തീരുമാനമൊന്നും എനിക്കറിയണ്ട. ഇതെന്റെ തീരുമാനമോ? ഒരു ഭ്രാന്തനോടൊപ്പം ജീവിച്ചു തീർക്കാനുള്ളതല്ല എന്റെ മോളുടെ ലൈഫ്. എന്റെ കുട്ടി അവനോടൊപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ കഴിയുന്നത്. എന്റെ മോളെ എനിക്ക് രക്ഷിച്ചേ മതിയാകൂ. അതിന് ഇതേ ഒരു മാർഗമുള്ളൂ, ഡിവോഴ്സ്. ദേവികയും സിദ്ധാർത്ഥനും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം. നടന്നേ തീരൂ. അതിന് വക്കീൽ എന്നെ സഹായിക്കണം. നമുക്കത് നോക്കാം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഭർത്താവിനെ കാറിടിച്ച് കൊന്നത് അവനാ, സിദ്ധാർത്ഥൻ. അവനെ വെറുതെ വിടാൻ പാടില്ല. മോഹനേട്ടനെ കൊന്നതിന്റെ പേരിൽ അവനെതിരെ കേസ് കൊടുക്കണം. പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് അവന് ജയിലിൽ അടയ്ക്കണം. കോടതിയിൽ നിന്നും പരമാവധി ശിക്ഷ തന്നെ അവന് വാങ്ങിക്കൊടുക്കണം. ജയിലിൽ കിടന്ന് അവൻ നരകിക്കണം. ഞാൻ പറഞ്ഞത് സ്ത്രീകളെ മനസ്സിലാക്കണം. മാനസിക വൈകല്യമുള്ള സിദ്ധാർത്ഥന്റെ പേരിൽ നമ്മളിപ്പോ ഒരു കൊലപാതക കുറ്റത്തിന് കേസ് ഫയൽ ചെയ്താ അത് ഒരിക്കലും കോടതിയിൽ നിലനിൽക്കില്ല സ്ത്രീകളെ. ഇഫ് എ പേഴ്സൺ കമ്മിറ്റ്സ് എ ക്രൈം while suffering from a mental illness, they may be found not guilty by reason of unsoundness of mind. അതാണ് നിയമം പറയുന്നത്. കോടതി സിദ്ധാർത്ഥന് ജയിൽ ശിക്ഷ വിധിക്കില്ല. പകരം അയാളെ ഏതെങ്കിലും മെന്റൽ അസൈലത്തിലേക്ക് ചികിത്സയ്ക്കായി അയച്ചെന്ന് വരും. അതും സിദ്ധാർത്ഥനാണ് ശ്രീകലയുടെ ഭർത്താവിന്റെ കൊലപാതകിയെന്ന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രം. അത് തെളിയിക്കാനും ധാരാളം പ്രയാസപ്പെടേണ്ടി വരും. അപ്പോ അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലെന്നാണോ വക്കീല് പറയുന്നത്? അതവിടെ നിൽക്കട്ടെ ശ്രീകളെ. ആദ്യം നമുക്ക് മകളുടെ ഡിവോഴ്സ് നടപടികൾ നോക്കാം. സിദ്ധാർത്ഥന്റെ പേരിൽ ഉടനെ ഒരു വക്കീൽ നോട്ടീസ് അയക്കാം. എന്താ ശ്രീകലയുടെ അഭിപ്രായം? ആദ്യം ഡിവോഴ്സ് തന്നെയാണ് വേണ്ടത്. അത് പെട്ടെന്ന് നടക്കണം. ശരി, വേണ്ടത് ചെയ്യാം. ഞാൻ വിളിച്ചോളാം. സിദ്ധേട്ടാ,
ദേ ഈ സ്വീറ്റ്സ് എടുത്തേ. എന്ത് പറ്റി? മുഖത്ത് വല്ലാത്തൊരു വിഷമം കാണുന്നുണ്ടല്ലോ. ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ഇല്ല. പിന്നെന്താ, സുഖമില്ലേ? പിന്നെ മാലാക എന്നോട് മിണ്ടുന്നില്ല. അയ്യോ, മിണ്ടുന്നില്ലേ? മിണ്ടണില്ല. മാലാക മിണ്ടാത്തോണ്ട് എനിക്ക് സങ്കടാവുക. വേണ്ട, സിദ്ധുവേട്ടൻ വിഷമിക്കണ്ട കേട്ടോ. മാലാഖ മിണ്ടും. മാലാഖയോട് മിണ്ടാൻ ഞാൻ പറയാം. ഇപ്പൊ സിദ്ധുവേട്ടൻ ഈ സ്വീറ്റ്സ് കഴിക്കേ. എടുക്ക സിദ്ധുവേട്ടാ. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്ത? മാലാക എന്നോട് മിണ്ടട്ടെ. മിണ്ടി ഞാൻ ഇത് കഴിക്കാം. മാലാഖ മിണ്ടൂന്ന് ഞാൻ പറഞ്ഞില്ലേ? മാലാഖ മിണ്ടും. മാലാഖയെ കൊണ്ട് ഞാൻ സിദ്ധുവേട്ടനോട് സംസാരിപ്പിക്കാം. എന്താ, അതുപോലെ? എന്നെ സിദ്ധുവേട്ടന് വിശ്വാസമില്ലേ? മാലാഖയും കൊണ്ട് ശരിക്കും സംസാരിപ്പിക്കോ? സംസാരിപ്പിക്കാം. ഉറപ്പാണോ? ഉറപ്പ്. പ്രോമിസ്? പ്രോമിസ്. ഇനി ഇത് കഴിക്കാലോ. ദാ, എടുക്ക. കൊള്ളാവോ? ഇവള് സിദ്ധുവിന് പലഹാരം കൊടുക്കുന്നു. പ്രതികാരം വീട്ടുകയാണോ ഇവള്? ഈ പലഹാരത്തിൽ എന്തെങ്കിലും ചേർത്ത് സിദ്ധുവിനെ ഇല്ലാതാക്കാനാണോ ഇവള് ശ്രമിക്കുന്നത്? മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി എന്തായി കാണിച്ചത്? എന്തിനായി ഈ സ്വീറ്റ്സ് എല്ലാം തട്ടിക്കളഞ്ഞത്? മേലിൽ നിന്റെ കൈകൊണ്ട് ഇതുപോലെ ഒരു സാധനവും സിദ്ധുവിന് കൊടുത്തു പോവരുത്. അതെന്താ മുത്തശ്ശി ഇപ്പോ അങ്ങനെ പറയുന്നത്? ഞാനിത് സിദ്ധുവേട്ടന് കൊടുത്തതില് എന്താ കുഴപ്പം? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും എന്നോടും ചേച്ചിയോടും അകൽച്ച കാണിക്കുക. അത് എന്തിനാ? എടി, എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല മുത്തശ്ശി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി, നീയും നിന്റെ ചേച്ചിയും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണോ എന്റെ കൊച്ചുമോനെ കൊല്ലാൻ നോക്കുന്നത്? ഇപ്പൊ എന്താ പറഞ്ഞേ മുത്തശ്ശി? ഇപ്പൊ എന്താ പറഞ്ഞത്? നിന്റെ അച്ഛനെ കൊന്നതിന്റെ പ്രതികാരം വീട്ടാൻ പോവുകയാണോന്ന്. അച്ഛനെ കൊന്ന എന്റെ പ്രതികാരോ? അതെ, നിന്റെ അമ്മ ഇന്നലെ ഇവിടെ വന്ന എല്ലാവരോടും വിളിച്ചു പറഞ്ഞത് അതാണല്ലോ. എന്റെ അമ്മ എന്ത് പറഞ്ഞെന്നാ? ഞാൻ പറയാം. അമ്മേ വേണ്ട, അതൊന്നും പറഞ്ഞ് ഗോപിക്ക് വിഷമിപ്പിക്കണ്ട. ഇവിടെ എല്ലാവരും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഗോപികയെ അതറിയണം. നിന്റെ അമ്മ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ആരാ നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയത്? നിന്റെ ഭർത്താവ് സിദ്ധാർത്ഥൻ. അവനാ നിങ്ങളുടെ അച്ഛനെ കൊന്നത്. എന്റെ മോഹനേട്ടനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് അവനാ. ഈ ഇരിക്കുന്ന സിദ്ധുവാണ്. ഇവനാണ് നിന്റെ അച്ഛനെ കൊന്നത്. അങ്ങനെയാ നിന്റെ അമ്മ ഇവിടെ വന്ന് എല്ലാവരോടും പറഞ്ഞത്. ആ, നിന്റെ ചേച്ചി അത് വിശ്വസിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ ചോദിച്ചത്. ചേച്ചിയും അനിയത്തിയും കൂടി ഗൂഢാലോചന നടത്തി എന്റെ കൊച്ചുമോനെ കൊല്ലാൻ ശ്രമിക്കുകയാണോന്ന്. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? ദേവികയും ഗോപിയും കൂടെ നമ്മുടെ സിദ്ധുവിനെ കൊല്ലുന്നോ? കൊല്ലുവടി, കൊല്ലും. ഇവരുടെ അച്ഛനെ കൊന്നവനല്ലേ സിദ്ധു. അപ്പൊ ഇവക്കും ഇവനോട് പകയും പ്രതികാരവും ഒക്കെ കാണും. ഇവരത് തീർക്കാൻ ശ്രമിക്കും.
ഒന്നും സംഭവിക്കില്ല. അമ്മ ഒന്ന് നിർത്തിക്കേ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച ആരെയും ഞാൻ വെറുതെ വിടില്ല. അമ്മേ, അമ്മയുടെ കാല് ഞാൻ പിടിക്കാം. അമ്മ ഒന്ന് നിർത്തുവോ? നിർത്തമ്മേ. സിദ്ധുവിന് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ മോനല്ലേ ഇവൻ. ദേ, അമ്മ വെറുതെ പ്രഷർ കൂട്ടാതെ മുറിയിലേക്ക് ചെല്ല്. ഒന്ന് പോ അമ്മേ, ചെല്ല്. മാറും. സിദ്ധു വന്നേ. വാ മോനെ, വന്നേ. ഒരു രജിസ്റ്റേഡ് ഉണ്ട്. ആർക്ക് രജിസ്റ്റേഡ്? സിദ്ധാർത്ഥ മഹാദേവന്റെ പേരില. ആ, ഇതാ ഞാൻ ഒപ്പിട്ടുതരാം. എന്താടാ ഇത്? സിദ്ധുവിനുള്ള രജിസ്റ്റേർഡാ. രജിസ്റ്റേർഡോ? എന്താ അതില്? ഇതൊരു ലീഗൽ നോട്ടീസാ. അഡ്വക്കേറ്റ് പത്മ വാസുദേവ് അയച്ചിരിക്കുന്നത്. ലീഗൽ നോട്ടീസോ? സിദ്ധുവിന്റെ പേരില് ലീഗൽ നോട്ടീസ് വരാൻ? നീ അതെന്താണെന്ന് തുറന്ന് വായിക്കടാ. തുറന്നു നോക്കേട്ടാ. ആ, എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? ഇത് ഡിവോഴ്സ് നോട്ടീസാ. ഡിവോഴ്സ് നോട്ടീസോ? അതെ, ഡിവോഴ്സ് നോട്ടീസ്. ദേവിക സിദ്ധാർത്ഥന്റെ പേരിൽ അയച്ചിരുന്ന ഡിവോഴ്സ് നോട്ടീസാ ഇത്. അവൾ ഇതിനകത്തിരുന്ന് തന്നെ നമുക്കിട്ട് പണിതല്ലോ. നിന്റെ മരുമകളെ കുറിച്ച് പറയുമ്പോ നിനക്ക് 100 നാവായിരുന്നല്ലോ. ഇപ്പൊ കണ്ടല്ലോ നിന്റെ പ്രിയങ്കരിയായ മരുമകളുടെ യഥാർത്ഥ സ്വഭാവം. എന്തായാലും ഇത് വല്ലാത്ത ചതിയായി പോയി. ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ ഇതുപോലൊരു ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ ദേവിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഇതൊരടവ. ഡിവോഴ്സിന്റെ പേരിൽ നമ്മളിൽ നിന്നും വൻ തുക തട്ടിയെടുക്കാനുള്ള ഒരു അടവ്. ഇങ്ങനൊരു പ്ലാൻ മുന്നിൽ കണ്ടിട്ട് തന്നെയാ ദേവികയുടെ വീട്ടുകാര് സിദ്ധുവുമായി അവളുടെ വിവാഹം നടത്തിയത്. അമ്മ പറയുന്നൊന്നും ജാനകിയെടുത്ത് വിശ്വസിക്കുന്നൊന്നുമില്ല. ജാനകി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? മായേ, നീ ദേവികയുടെ വീട്ടിലേക്കൊന്ന് വിളിക്ക്. എന്നിട്ട് അവരോട് എല്ലാവരോടും വേഗം ഇങ്ങോട്ട് വരാൻ പറ. ഇപ്പൊ തന്നെ വിളിക്ക്. ആ, ഇപ്പൊ വിളിക്കാം. ഞാനും
മായി പറയ്. ആ സുലോചനെ, ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. പറഞ്ഞോളൂ. അതെ, ഇവിടുത്തെ അമ്മ നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വിശേഷം? അതൊക്കെ അമ്മ ഇവിടെ വരുമ്പോ പറയും. നിങ്ങൾ പെട്ടെന്നൊന്ന് വരാൻ നോക്ക്. എന്നാലും ഒരു സൂചന. ഒന്നുമില്ല, നിങ്ങൾ പെട്ടെന്ന് വാ. ശരി. അല്ല, ഞങ്ങൾ എല്ലാവരും വരണോ? വരണം. ഞാൻ വെക്കുക, നിങ്ങളൊന്ന് വേഗം വന്നേ. അതെ, പൊന്നാരൻ തോട്ടത്ത് നിന്ന് മായ വിളിച്ചായിരുന്നു.